ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. പ്രകൃതിയുടെ വികൃതി പല രൂപത്തിലും വരും. ഒരു തെങ്ങ് വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ 10 അടിയോളം ഉയരത്തിലെത്തിയപ്പോൾ അത് രണ്ടായി തീർന്ന് രണ്ടിലും തേങ്ങയും പിടിക്കുന്നു. ചെറുപുഴ ഭൂതാനം റോഡിൽ പനയന്തട്ട ശ്രീധരൻ്റെ കൃഷിയിടത്തിലാണ് ഈ അത്ഭുത പ്രതിഭാസം നടന്നത്. തിരക്കിനിടയിലും ഈ അത്ഭുത പ്രതിഭാസം കാണാൻ ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുറ്റൂരും സംഭവസ്ഥലം സന്ദർശിച്ചു. നമസ്കാരം. നമ്മള് ഈ മനുഷ്യരില് കൃത്യമായ ആകൃതിയില്ലാതെ വൈകൃതത്തോടുകൂടി ജനിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സസ്യങ്ങളിൽ ഒരുപാട് വൈകൃതങ്ങളുണ്ട്, അല്ലെങ്കിൽ വൈവിധ്യങ്ങളുണ്ട്, അത്ഭുത പ്രതിഭാസങ്ങളുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് നമ്മളിപ്പോ ഇവിടെ ഭൂതാനത്ത് ശ്രീധരേട്ടന്റെ കൃഷിയിടത്തിലെ ഒരു തെങ്ങിന്റെ കാഴ്ച. ഇങ്ങനെയുള്ള അപൂർവ കാഴ്ചകൾ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഞാൻ ഇപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത്. സാധാരണ രീതിയിൽ ഒരു തെങ്ങ് വളർന്നു വന്ന് കുറേ ഘട്ടം കഴിഞ്ഞതിന് ശേഷം പകുതിയിൽ നിന്ന് മറ്റൊരു തെങ്ങ് വളർന്നു വരുന്ന അവസ്ഥയാണ്. അതിന്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മളെ ഈ പരാത സസ്യങ്ങളെ പോലെ വേര് ഇങ്ങനെ പുറത്തേക്ക് വായുവിലേക്ക് വന്നിട്ടാണുള്ളത്. മറ്റേ ഒറിജിനൽ തെങ്ങിൽ നിന്നായിരിക്കും ഇത് ജലവും ലവണങ്ങളിലും വലിച്ചെടുക്കുന്നത്. മറ്റേ വേര് വെറുതെ വേരായി നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. ഇത് എത്ര 20 വർഷമായിട്ടുണ്ടാവും. ഈ നിങ്ങള് നട്ടതെങ്ങ് എത്ര വർഷമായിട്ട്? നമ്മള് നട്ടത് ഇപ്പം 25 ഞാൻ 90 എടുത്തില്ല സ്ഥലം. വർഷത്തിന്റെ അന്നേരം ഉണ്ട് ഈ തെങ്ങ്. ഞാൻ വെച്ചാൽ ഞാൻ വേറെ ആള് മേടിച്ചതാണ്. അപ്പൊ തെങ്ങ് ആ തെങ്ങ് വളർന്നിട്ട് ഈ ചെറിയ തെങ്ങിന്റെ മുകളിൽ തേങ്ങ പിടിച്ചിന്, ഒരു തേങ്ങ കിട്ടീനി. അതല്ല, ഈ വലിയ തെങ്ങ് വളർന്ന് വലുതായതിനു ശേഷം അല്ല അത് കുറച്ച് വലുതാവുന്ന മുമ്പിലെ തന്നെ ചെറിയൊരു ഇത്. പിന്നെ ഇത് വളർന്ന് ഈ രണ്ടാമത്തേന്റെ മുകളിലും തേങ്ങ പിടിച്ചു. അതൊരു ഇതായിട്ട് നമ്മൾ എടുത്തു വെച്ചിന്. രണ്ടാമത്തേന്റെ മുകളിൽ തേങ്ങ പിടിക്കാൻ പിടിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ ഈ ഒരു തെങ്ങ് ഒറിജിനൽ ആയിട്ട് പോകുന്ന സമയത്ത് പകുതിക്ക് വെച്ചിട്ട് വേറൊരു ചെറിയ തെങ്ങ്. അപ്പൊ ഇതിന്റെ പ്രായം ഉണ്ടാവില്ല അതിന്? അത് അത്ര ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കണ്ടത് നമ്മള് തന്നെ. അപ്പൊ ഇതൊരു അത്ഭുതമാണ്. അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ആദ്യം ഇപ്പൊ എനിക്കത് ഫോട്ടോഗ്രാഫർമാരെ പ്രതീക്ഷ കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ എടുത്തിട്ട് പോയി. അപ്പൊ നമ്മളെ ശ്രദ്ധയിൽ, കൃഷിഭവന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ കൂടെയുള്ള യാത്രയിൽ പല വ്യത്യസ്തമായ കൃഷികളും കാണലുണ്ട്, കാർഷിക രൂപങ്ങളും കാണലുണ്ട്. പക്ഷെ ഇത് അപൂർവം ഒന്നാണ്. നമ്മുടെ ചെറുപുഴ പഞ്ചായത്തില് ഇപ്പോ 2-ാം വാർഡില് ഈ പാണ്ടിക്കടവിലുള്ള പനയന്തട്ട ശ്രീധരേട്ടന്റെ കൃഷിയിടത്തില് ആർക്കെങ്കിലും സന്ദർശിക്കാൻ അവസരം കിട്ടുമെങ്കിൽ ഈ തെങ്ങൊന്ന് കാണേണ്ടതാണ്. സാധാരണ നമ്മളിപ്പോ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് വേരുകളുണ്ട്. രണ്ടാമതുമായി വന്ന തെങ്ങിനും ഒരുപാട് വേരുകളുണ്ട്. ആ വേരുകൾ എന്തിനാന്നുള്ളത് അറിയുന്നില്ല. കാരണം അത് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത് മറ്റേ തെങ്ങാണ്, ഒറിജിനൽ തെങ്ങിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ സാധാരണ വളർന്നു വരുമ്പോൾ കുറെ ബ്രാഞ്ചുകളായിട്ട് തെങ്ങുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു തെങ്ങ് വളർന്നതിന് ശേഷം പകുതി വെച്ചിട്ട് പുതിയൊരു തെങ്ങ് അതിൽ നിന്ന് വളർന്നു വരുന്നു, അത് തേങ്ങ തരുന്നു. അപ്പൊ അത് പിന്നെ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള കാർഷിക വിളകളോടും അത്ഭുതങ്ങളോടും താല്പര്യമുള്ള ആൾക്കാർക്ക് നമുക്ക് ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ശ്രീധരേട്ടന്റെ ഈ കൃഷിയിടത്തിൽ ഇത് കാണാൻ പറ്റുന്നത് നല്ലൊരു കാഴ്ചയാണിത്. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.